ഹായ് നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ കേട്ടറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസങ്ങളായിട്ടല്ലേ ഓരോ ദിവസം ഓരോ തരത്തിലുള്ള ഉത്തരവുകളാണ് വരുന്നത്. നമുക്കെല്ലാം നമ്മൾ ആദ്യം പിടിപ്പിക്കുന്ന നമ്മളെ ടെൻഷൻ ആക്കുന്നൊക്കെ കാര്യങ്ങളാണ്. ഇപ്പൊ ഇന്നലെ പോലും കേട്ടറ്റുമായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുതിയ ഉത്തരവിറക്കി. അത് സുപ്രീം കോടതി എന്താണ് കൊണ്ടുവന്ന് ഏകദേശം അതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നത്. നമുക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം കാറ്റഗറി ഇനി UP എഴുതുകയാണെങ്കിൽ നിർബന്ധമായും കാറ്റഗറി 2 തന്നെ വേണം, 3 ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റും. മുമ്പ് അങ്ങനെയല്ല ആയിരുന്നു അല്ലേ? അതുപോലെ തന്നെ ഹൈസ്കൂൾ HM പ്രൊമോഷന് കാറ്റഗറി 3 നിർബന്ധമാക്കി. പിന്നെ വേറൊന്നാണ് നെറ്റ് സെറ്റ് അല്ലെ, PhD MPhil MA ഒക്കെ ഉള്ളവർക്ക് ഇനി കേട്ടിട്ട് നിർബന്ധമായിട്ടൊക്കെ വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇതൊക്കെ ആരോട് പോയി ചോദിക്കും? ഇതിനുള്ള ഉത്തരം ആരാണ് തരുന്നത്? അപ്പോൾ ഇതിനെല്ലാം സൊല്യൂഷൻ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ടെൻഷനൊന്നും അടിക്കണ്ട, കേട്ടിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല. പഠിച്ചാൽ കിട്ടും. 7-ാം തീയതി വരെ അപ്ലിക്കേഷൻ അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. നമുക്ക് പരീക്ഷ 21-നും 23-നാണ്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള പരീക്ഷയൊന്നും അല്ല. നിങ്ങൾ ഇത്രയൊക്കെ ക്വാളിഫൈഡ് ആയില്ലേ, അപ്പോൾ അതും കേട്ടിട്ടും അതുപോലെ ക്വാളിഫൈഡ് ആകും. ഒന്നിനും അവിടെ തോറ്റുകൊണ്ട് ടെൻഷൻ അടിച്ച് പിന്മാറേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ ഡൗട്ട് പറയുമ്പോൾ മുമ്പ് നിങ്ങൾ LP UP എഴുതിയവരാണ്, അല്ലെങ്കിൽ UP വന്നിട്ട് കാറ്റഗറി 3 വെച്ചാണ് എഴുതിയത്, ഇനിയിപ്പോൾ മുമ്പ് ലിസ്റ്റിലുള്ളതാണ്, ഇനി എനിക്ക് എന്ത് വരും, എനിക്ക് കേട്ടിട്ട് ഞാൻ എഴുതണോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളാണ്. അതിനുള്ള സൊല്യൂഷനാണ് കേട്ടറ്റ് ഹെൽപ്പ് ഡെസ്ക് എന്ന രീതിയിൽ നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ താഴെ എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ സൗജന്യ ഗ്രൂപ്പ് അത് ഹെൽപ്പ് ഡെസ്കിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതിലേക്ക് കയറി ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും നിങ്ങളുടെ പേരും ഏത് കാറ്റഗറിയാണ്, നിങ്ങളുടെ സംശയം എന്താണ് കൂടി കമന്റ് ഇടുക. സംശയം കമന്റ് ആ ഗ്രൂപ്പിൽ കിട്ടുകയാണെങ്കിൽ, ആൻസർ കിട്ടുകയാണെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടാൽ ചിലപ്പോൾ സപ്പോസ് ആർക്കെങ്കിലും കയറാൻ പറ്റിയില്ലെങ്കിൽ കമന്റ്സിലൂടെ നിങ്ങൾക്ക് ആൻസർ എന്തായാലും തരുന്നതാണ്. ഒരു ടെൻഷനും അടിക്കേണ്ട, നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ അവിടെ തന്നിരിക്കും. 24 hours ഹെൽപ്പ് ഡെസ്ക് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ കേട്ടറ്റ് ക്വാളിഫൈഡ് ആക്കാൻ എയിം സ്റ്റഡി സെന്ററിലെ പുതിയ ബാച്ച് ജനുവരി 5-ാം തീയതി ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, എയിംസിന്റെ മാത്രം പ്രത്യേകതയാണ് 1000 സൈക്കോളജി ക്വസ്റ്റ്യൻസും 1000 സബ്ജക്ട് ലാംഗ്വേജ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ 5 മോഡൽ എക്സാമും SCERT NCERT 5 മുതൽ +2 വരെ പുതിയ ബുക്ക് പഴയ ബുക്കൊക്കെ. ഇത്രയും കാര്യങ്ങൾ തന്നെ നിങ്ങൾ പഠിച്ചാൽ ഏകദേശം 90% ഓക്കെ ആയി കഴിഞ്ഞു. ഒരു ടെൻഷനും അടിക്കേണ്ട. നിങ്ങൾ അവിടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ എയിംസിൽ ആരൊക്കെയാണ് ജോയിൻ ചെയ്തത്, നിങ്ങൾ കറക്റ്റായി ഞങ്ങൾ തരുന്ന കാര്യം കൃത്യമായി അവിടെ പഠിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അവിടെ ക്വാളിഫൈഡ് ആയിരിക്കും. ഇത് ഞാൻ പറയുന്ന വാക്ക് തന്നെയാണ്, അത് ഒരു സംശയവുമില്ല. അപ്പൊ അത്രയും കണ്ടൻസ് ഒരു കേട്ടറ്റ് ക്വാളിഫൈഡ് ആവാനുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് തരുന്നത്. ന്യൂ ഇയർ ആയിട്ട് ഓഫറൊക്കെ ഉണ്ട്. ഏത് സാധാരണക്കാർക്കും പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഇതിൽ ഓഫേഴ്സാണ് നമ്മൾ തന്നിരിക്കുന്നത്. അപ്പോൾ ചെറിയ പൈസയേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് അവിടെ പഠിച്ച് നിങ്ങൾ ക്വാളിഫൈഡ് ആവണം. കാരണം നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും അല്ലെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഞങ്ങളെ ട്രസ്റ്റ് ചെയ്തോ, ഒരു ഡൗട്ടും വേണ്ട, നിങ്ങൾ അവിടെ ക്വാളിഫൈഡ് ആവും കേട്ടോ. അപ്പോൾ പുതിയ ബാച്ച് ജനുവരി 5-ന് ആരംഭിച്ചിട്ടുണ്ട്. റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും മോക്ക് ടെസ്റ്റും കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈവുകളൊക്കെ ഉണ്ടാവും. വലിയ ബുദ്ധിമുട്ടുള്ള പരീക്ഷയൊന്നും അല്ല. നിങ്ങൾക്ക് അത് ആദ്യം മനസ്സിലാക്കുക. 82-90 മാർക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആവും. നിങ്ങൾ ഇത്രയൊക്കെ പഠിച്ചില്ലേ, അപ്പൊ പിന്നെ ഇത് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും കണക്കാക്കണ്ട. പക്ഷെ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ ഈ ഹെൽപ്പ് ഡെസ്കിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറക്കണ്ട, താഴെ വാട്സപ്പിന്റെ ലിങ്ക് ഉണ്ട്, അതിലേക്ക് ഒരു ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും നിങ്ങളുടെ പേരും കാറ്റഗറി ഏതാണ്, നിങ്ങൾ ഡൗട്ടും കൂടെ അവിടെ ഇടുക. ഡൗട്ട് സപ്പോസ് ആ ഗ്രൂപ്പിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ ഡൗട്ടിലെ ആൻസർ നിങ്ങൾക്ക് ഉടനടി അപ്പം തന്നെ ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് അവിടെ സൊല്യൂഷൻ കിട്ടിയിരിക്കും. 24 hours ഹെൽപ്പ് ഡെസ്ക് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ പുതിയ ബാച്ച് നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈവിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു തോന്നുകയാണെങ്കിൽ വീണ്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക.